ഐശ്വര്യ കല്യാണം കഴിച്ചു ഒന്ന് ചോദിച്ച ചോദ്യത്തിന് ഒരു കാര്യം പറഞ്ഞു. ഒരാളുമായിട്ട് റിലേഷൻ ആയിരുന്നു, ഒരു കുട്ടിയുണ്ട്, ആളിപ്പോ ഇല്ല. ഇത് അവിഹിതമായിരുന്നു. അവിഹിതം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ പറയുന്ന ഒരു വൃത്തികെട്ട ചിന്താഗതി ഉണ്ടല്ലോ. വൃത്തികെട്ട ചിന്താഗതി. ഇതിനൊക്കെ മറുപടി പറഞ്ഞ് ഞാൻ വീണ്ടും ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ വേറെ രീതിയിൽ അടിയുണ്ടാവും. ഇമ്മാതിരത്തെ കോണസ്റ്റ് ചോദ്യം ചോദിച്ചാൽ എന്നെ ഇവിടെ വിളിച്ചെടുത്തിട്ട് ചൊറിയേണ്ട ഒരു കാര്യം. ഐശ്വര്യയുടെ ഫാദർ ഇതുപോലൊരു ബസ്സിൽ യാത്ര ചെയ്യാണ്. അറിയാതെയോ അറിഞ്ഞോണ്ടോ കൈയൊന്ന് അതേക്ക് പുറത്ത് തട്ടി. ഇതുപോലൊരു വീഡിയോ ആ കുട്ടി എടുക്കുകയും ചെയ്തു. ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായി. എന്ത് ചെയ്യും ഐശ്വര്യ? പക്ഷെ എന്റെ അച്ഛൻ ഒരു അബ്യൂസറാണ്. ഞാൻ അയക്കെതിരെ കേസ് കൊടുത്തു. അപ്പൊ ഈ ക്വസ്റ്റ്യൻ തന്നെ റിലവന്റ് അല്ലാണ്ടായി. മനസ്സിലായോ? എന്റെ അച്ഛൻ അങ്ങനെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അയക്കെതിരെ സാക്ഷിയും പറയും, അയാളെ അകത്താക്കുകയും ചെയ്യും, അയക്ക് വേണ്ടി നിൽക്കുകയും ചെയ്യും. ഞാൻ എന്റെ അച്ഛൻ്റെ എതിരെ 28 പേർക്കെതിരെ ഞാൻ കേസ് കൊടുത്തു. കുട്ടി സ്വന്തം എന്റെ അച്ഛനായാലും എന്റെ അനിയനായാലും ശരി ഷിംജിതയുടെ സ്ഥലത്താണെങ്കിൽ ഞാൻ അവിടെ നിൽക്കത്തുള്ളൂ. അല്ലാതെ എനിക്ക് വേറെ ഇമോഷണൽ സാധനം ഒന്നും പിടിക്കേണ്ട ആവശ്യമില്ല. സ്ത്രീകളുടെ അടുക്കൽ അനാവശ്യമായിട്ട് ഇടപെടുന്ന അത് ആരായാലും, അത് പുരുഷന്റെ അടുക്കലാണെങ്കിലും എന്റെ ആവശ്യമില്ല. വൈ നിങ്ങൾ ഷിംജിതയെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നു? അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ. സ്ത്രീകൾക്ക് ശാസ്ത്രീകരണം കൊടുക്കുമ്പോൾ പുരുഷന്മാർക്കും അതേ സാധനം ഉണ്ട്. അവരും ഈ ലോകത്ത് ജീവിക്കുന്നവരാണ്. അതൊന്നും ഒരു തെറ്റല്ല. അല്ല, അങ്ങനെ പറയുന്നില്ല. ചിരിച്ചുകൊണ്ടാണ് ആ വീഡിയോ എടുക്കുന്നത്. കണ്ടാ മനസ്സിലാവും ശരിക്കും അത് പ്ലാൻ ചെയ്തതല്ലേ. ഒരു ടച്ച് ബിക്കോസ് എവരിവൺ ഹാസ് സീൻ ഇറ്റ്. പെയ്ഡ് ആയിട്ട് ചെയ്തതാണ്, അല്ലാതെ പ്ലാൻ ചെയ്തത്. അതിന്റെ അർത്ഥം എന്താണ് ഇന്റൻഷൻ? ആ പെൺകുട്ടിയുടെ ഇന്റൻഷൻ എന്താണ്? സ്ത്രീ സുഖിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവരാരും ഒന്നും പറയാറില്ല. സ്ത്രീയുടെ സുഖത്തിന് അവൾ നിന്നു കൊടുത്താൽ കണ്ടില്ലേ അവളുടെ മുഖമൊന്നും. അതിനപ്പുറത്തേക്ക് അവളുടെ ബോഡിയോ ഓവർകം ചെയ്തു. തോന്നിയ ഒറ്റ ഒരാള് ഐശ്വര്യായിരിക്കും. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. അറ്റ്ലീസ്റ്റ് എന്റെ കണ്ണിൽ അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒരു മനുഷ്യനെ. ദീപക് ഷുഡിന്റ് അവൻ കൺട്രോൾ ചെയ്യണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള സ്ത്രീകളുണ്ട് അല്ലെ, അവരെ തട്ടി സോറി പറയാനുള്ള അയാൾ പാളി നോക്കുന്നുണ്ട്. ഷിംജിതയ്ക്ക് 2 കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ ഒന്നും ഇമോഷൻ പ്രശ്നമല്ല. മരണം കഴിഞ്ഞിട്ട് അമ്മേന്റെ ഫേസ് എടുത്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അമ്മമാര് കരയുന്നത്. ഇത്ര പബ്ലിസിറ്റി കൊടുത്ത്, ഇത്ര റൊമാൻറ്റിസൈസ് ചെയ്ത്, ഇത്ര ഗ്ലോറിഫൈ ചെയ്തൊരു സ്പേസ് കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേ ഫീലിങ്സ് ഒരു വീട്ടിലെ വരുമാനം നിന്നപ്പോ ഉണ്ടാവില്ലേ? ആ വീട്ടിലെ മെയിൻ വരുമാനമായിരുന്നു ദീപക്. അതിന് ഭയങ്കര ചബല ആർഗ്യുമെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. വരുമാനം നിൽക്കുക എന്നൊക്കെ പറയുന്നതും ഒരു ഇമോഷണൽ സപ്പോർട്ട്, 2 കുട്ടികളുടെ ഗ്രോത്തിന്റെ മെന്റൽ സ്റ്റെബിലിറ്റിയെ കുറിച്ച് ചിന്തിക്കുന്നതും നമ്മൾ റിയാക്ട് ചെയ്യാനോ അയാളെ കൊടുക്കാനോ ആണെങ്കിൽ പല വഴികളുണ്ടായിരുന്നു. ബസ്സിൽ വെച്ച് റിയാക്ട് ചെയ്ത് പോലീസിനെ വിളിച്ച് അയാളെ ഡയറക്റ്റ് പോലീസിനെ ഏൽപ്പിക്കാമായിരുന്നു. പല വഴികളുണ്ടായിരുന്നു. ശരിക്കും ട്രെൻഡിനൊപ്പം നീയതാണ് ഷിംജിത എന്ന് എല്ലാവർക്കും മനസ്സിലായി. ഒരു 4 വീഡിയോ ഒരുമിച്ച് ട്രെൻഡ് ആയിട്ട് ഇത് വന്നപ്പോ ലാസ്റ്റ് വന്നതാണ് ഷിംജിത.